ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് പോകുന്നത് നമ്മുടെ ലല്ലുവിനെ ഡാൻസിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്നാമത്തെ പ്രാവശ്യമല്ല ഗൈസ്, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിവനെ ചേർക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ചെറുതായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സ് 4 വയസ്സ് ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു നമ്മളൊരിക്കൽ ചേർത്തത്. അന്ന് ചേർത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ കുറച്ചും കൂടെ അറിവായിട്ട് ചേർക്കാമെന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ ഫൈനലി നമ്മൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെയാണ് മാഡ് മാക്സ് എന്ന സ്റ്റുഡിയോയിലാണ് നമ്മൾ ലല്ലുവിനെ ചേർക്കാൻ വന്നിട്ടുള്ളത്. ഇത് വരുന്നത് നമ്മുടെ സേതാർ പള്ളിയിലാണ്. അപ്പോൾ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. ലിയോ വന്നപ്പാട് തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 4 മണി ആ ടൈമിലാണ് അവിടെ എത്തിയത്. പക്ഷേ തുടങ്ങാൻ ഒരു 4:30 ആ സമയമൊക്കെ എത്തി കേട്ടോ. ഇത് നമ്മുടെ സൈതാർ പള്ളിയിലുള്ള സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ബിൽഡിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡെല്ലാം പഠിച്ചതും ഒക്കെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലല്ലുവിനോട് അതൊക്കെ പറഞ്ഞു. അവനറിയാം, ഓൾറെഡി ആ സ്കൂൾ അറിയാം. അപ്പോൾ ഇതാ പിള്ളേരെല്ലാം കുറേ പേര് വന്ന് ഡാൻസൊക്കെ തുടങ്ങി. അപ്പോൾ ലല്ലുവിനെക്കാട്ടി ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ ലിയോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ചെറിയൊരു ടീഷർട്ട്, മാഡ് മാക്സിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട്. പക്ഷേ നമ്മളത് ചോദിച്ചപ്പോൾ ചെറിയ ടീഷർട്ട് ഇല്ല, അപ്പോൾ വന്നാൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലിയോയ്ക്ക് ഇങ്ങനെ പാട്ടെല്ലാം കേട്ടപ്പോൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ലല്ലുവിന് ആദ്യം ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവനിങ്ങനെ എല്ലാവരും സ്പീഡിന് കളിക്കുമ്പോൾ കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവസാനം കൊച്ച് വാശിക്കൊക്കെ എന്തെല്ലോ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ മാസ്റ്റർ ഇന്നില്ലായിരുന്നു. കാരണം ഓർക്ക് വേറെ എവിടെയോ ആയിരുന്നു, അവർ എന്തോ പ്രോഗ്രാം ഉണ്ടായിട്ട് അവിടെയല്ല. അപ്പോൾ ലല്ലു ഏട്ടനെ പിടിച്ച് തുള്ളിക്കുന്നൊക്കെ ഉണ്ട്. ലിയോയ്ക്ക് പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഭയങ്കര ആവേശമാണ് തുള്ളാനൊക്കെ. ലല്ലുവിന് പിന്നെ എല്ലാം പഠിച്ചിട്ട് വേണം അവന് കളിക്കാൻ, അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അവൻ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിയോനെ അവിടെ നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. കാരണം പിള്ളേർ കളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയാൽ കാല് തട്ടി വീഴുകയോ ചവിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ലല്ലുവിനോട് ഞാൻ പറഞ്ഞ് കണ്ണാടി നോക്കിയിട്ട് കളിക്കുക, അപ്പോൾ ഓക്കെ ആകുമെന്ന്. അതുപോലെയൊക്കെ കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ തുടക്കമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇതിലും ബെറ്ററായിട്ട് കളിക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒന്നാമത് എനിക്ക് ഇഷ്ടമാണ്, പിന്നെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ഇവനിങ്ങനെ ഡാൻസ് പഠിപ്പിക്കണമെന്നും. പിന്നെ എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. നമ്മളൊന്നും ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷെ മക്കൾ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ്. അവനും ആഗ്രഹമുണ്ട് പാട്ടൊക്കെ കാണുമ്പോൾ തുള്ളാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഡാൻസിനുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. പോകുന്നിടത്തോളം പോട്ടെ അല്ലേ, അവന് ഇഷ്ടമുണ്ടെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിച്ച അവസാനം അതെല്ലാം കുറേ കഴിഞ്ഞതിന് ശേഷം ഇവരിവിടെ കുറച്ച് നേരം കളിക്കാനൊക്കെ സമയം കൊടുത്തവർക്ക്. അത് കഴിഞ്ഞ് ഒരു കുട്ടീൻ്റെ പിറന്നാളുള്ളത് കൊണ്ട് അവിടെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ലല്ലുവിനോട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞാൽ ഇവന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ചളിപ്പും കാര്യങ്ങളൊക്കെയാണ് ആൾ. പിന്നെ മിങ്കിളായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബാക്കിൽ കുറേ വണ്ടി ഉള്ളത് നമുക്ക് കാർ എടുക്കാൻ പറ്റാണ്ടായത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സൈഡൊക്കെ ഒതുക്കി അവരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ കാർ എടുത്ത് പോകാൻ പറ്റിയത് തന്നെ. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലല്ലുവിനോട് ചോദിച്ചു ഇനിയും പോകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, കുഴപ്പമില്ല അമ്മ, ഞാൻ പോയിക്കോളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ചെന്ന് കയറിയ സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്ക്, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇനിയും പോകൂലെന്ന് ചോദിച്ചപ്പോൾ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു തുടക്കമാണ്. അപ്പോൾ നമ്മുടെ ലിയോ ആണ് ഇതവിടെ വീഡിയോ എല്ലാം എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.